പുനർജനി കേസിൽ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് വിജിലൻസ്. അതിൽ പ്രതിപക്ഷ നേതാവിന് പുറമെ ഇപ്പോൾ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ കൂടി സിബിഐ അന്വേഷണം വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ സിഇഒ ആയിട്ടുള്ള അമീർ അഹമ്മദ് ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ ഈ പുനർജനി പ്രൊജക്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആദ്യമായിട്ട് പുനർജനി പ്രൊജക്ടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനല്ല മണപ്പാട്ട് ഫൗണ്ടേഷൻ. 1993 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഞങ്ങൾ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്നത്, പക്ഷെ വെരി ലോ പ്രൊഫൈലാണ് ചെയ്യാറ്. 2018 ഈ ഫ്ലഡ് വന്ന സമയത്ത് ഐ വാസ് ഇൻവോൾവ് ഇൻ അതർ പ്രോജക്ട്സ്. അവിടെ ഈ HMT ജംഗ്ഷനിലൊക്കെ സ്കൂളിലൊക്കെ ഇതുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എന്റെ പറവൂരിലുള്ള ഒരു ഫ്രണ്ട് വിളിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വി ഡി സതീശൻ MLA-യുമായിട്ട് പോയി പരിചയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് തോന്നുന്നു പറഞ്ഞു, ബാബുക്ക ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് ഞങ്ങളെ MLA ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് കണ്ടു. കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുള്ളൊരു നിയോജകമണ്ഡലം ഞങ്ങളുടെയാണ്, അതിലേക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആദ്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇതിൽ വരണ്ടെന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യം refuse ഞാൻ പറഞ്ഞു, ഞാൻ ബേസിക്കലി ഐ എം റീ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ് ഇൻ സോഷ്യൽ ഒരു റീ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ പോലും ഇത് പൊളിറ്റിക്കൽ ആവുമ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല നിങ്ങൾ എനിക്കൊരു പ്രൊഫഷണൽ ജോബാണ് വേണ്ടത്, ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ടില്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിരിക്കാൻ ഞങ്ങളെ ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് ഞാൻ പൊളിറ്റിക്സ് ഒന്നും നോക്കാതെ ചെയ്യുന്നുള്ളതിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്റേതായ നിബന്ധനകളുണ്ടാവും, അപ്പൊ അത് വളരെ സുതാര്യമാണ്. എന്നോടൊപ്പം ആദ്യം പുള്ളി പറഞ്ഞു, ഒരു നയാ പൈസ എന്റെയോ ഞാൻ പറയുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇടണ്ട, നിങ്ങൾ നിങ്ങളുടെ മാനേജ് ചെയ്താൽ മതി, എന്നെ കൊണ്ട് എന്ത് സഹായം ഈ നിയോജകങ്ങളിലേക്ക് ചെയ്യാൻ പറ്റൂ അതിന് മാത്രം ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മൊത്തം പ്രൊജക്ടിന്റെ മാനേജ് ചെയ്യായിരുന്നോ? അങ്ങനെ റോബളോ അങ്ങനെയാണോ? കൺട്രോൾ ഞങ്ങളായിരുന്നു ആദ്യത്തിലുണ്ടായിരുന്നത്. പിന്നീട് അത് വന്നപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആദ്യം വേണ്ടത് ഒരു കംപ്ലീറ്റ്ലി ഒരു അസസ് ചെയ്യണം, വെറുതെ നമ്മൾ കുറെ പേർക്ക് ഇത് ചെയ്യുന്നില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞാലും ഞാൻ അതിന്റെ ഇത് ചെയ്യാം, നിങ്ങൾ ഞാൻ എന്ത് വെച്ചാൽ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഉണ്ട് കളമശ്ശേരിയിൽ, അവിടെ നിന്ന് ഏതാണ്ട് 100 കുട്ടികളെ ഇറക്കിയിട്ട് കംപ്ലീറ്റ്ലി സർവേ ചെയ്തു ഈ പ്രോജക്റ്റിൽ. ഇത് ആക്ച്വലി എനിക്ക് എന്റെ സങ്കടം മുഴുവൻ എന്താ പറയുമോ, ഞാനൊരു 100% ഏത് CBI-നെ ഏതിനെ ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഇത്ര നല്ലൊരു പ്രോജക്റ്റ് ചെയ്തിട്ട് കേരളത്തിന് മോഡലാക്കി എടുക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് ഇത്ര മോശമാക്കുന്ന പറയുമ്പോൾ സങ്കടമുണ്ട്. എന്നിട്ട് ഞാൻ 100 കുട്ടികളെ ഇറക്കിയിട്ട് സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അവർ കംപ്ലീറ്റ്ലി സർവേ ചെയ്തു. പ്രധാനപ്പെട്ട ഒരു സംശയമുള്ളത്, വിദേശത്ത് നിന്ന് ഉള്ള പണം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര? 100% മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. 20,000 പൗണ്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ 1 കോടി രൂപ അവിടെ എല്ലാതും ചെലവാക്കിയിട്ടുണ്ട്. അതിൽ 20,000 പൗണ്ട് എന്റെ കണക്ഷനിലൂടെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള പണം അത് FCRL വന്നിരിക്കുന്നത്. ഞങ്ങൾ വേറെ രജിസ്റ്റേർഡ് ഏജൻസി ഇൻ FCRA 2018 നടക്കുന്നത്. 2023 എന്റെ FCRA രജിസ്ട്രേഷൻ പുതുക്കിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്, ഹോം മിനിസ്ട്രിയിൽ നിന്ന്. അവർ ഭയങ്കര സുതാര്യമായിട്ട് ഒരുപാട് എൻക്വയറീസിന് ശേഷം എല്ലാം പുതുക്കുള്ളൂ. അത് പുതുക്കിയാൽ എന്തെങ്കിലും അതിന്റെ അപാകത ഉണ്ടെങ്കിൽ അവർ പുതുക്കുമല്ലോ, അത്രമാത്രമാണ് അതിൻ്റെ ഇതുള്ളത്. അപ്പൊ അതിലൊന്നും ഒരു അപാകത ഉണ്ടായിട്ടില്ല. എല്ലാം കണക്ക് FCRA അറിയാത്തതിന്റെ പേരിലാണ് ഇതൊക്കെ ആൾക്കാർ പറയുന്നത്. അതൊക്കെ എല്ലാ കൊല്ലം റിട്ടേൺസ് ഫയൽ ചെയ്യണം, അതിന് എല്ലാവിധ സംഗതികളും നമ്മൾ നോക്കിയെടുത്തതിന് മാത്രമേ അതിലൂടെ നടക്കുകയുള്ളൂ. രേഖകളിൽ എന്തെങ്കിലും ഒരു സുതാര്യമില്ലായ്മ എപ്പോഴെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? അതായത് വിദേശത്ത് ഇപ്പോൾ UK-യിൽ നിന്ന് പണം വന്നു എന്നുള്ളതാണല്ലോ പറയുന്നത്. അങ്ങനെ വന്ന പണം ഇവിടെ ചെലവഴിച്ചതിന്റെ അതിന്റെ ഒരു കണക്കുകളിലോ അതിലെന്തെങ്കിലും ഒരു 1% വ്യത്യാസം ആരെങ്കിലും കാണിച്ചു തന്നെ ഐ എം റെഡി ടു ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് അത്രമാത്രം സുതാര്യമാണ്. ഇതിലൊക്കെ വെറും പുകമറ സൃഷ്ടിക്കാന്നുള്ള ഇതിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ്. ഇതിന് വേറെ സംഗതി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പത്രക്കാരൊക്കെ മനസ്സിലാക്കേണ്ട സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സോഷ്യലി എന്തെങ്കിലും കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നമുക്കൊന്നും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അല്ല, അതിൽ കൂടുതൽ സോഷ്യൽ ഇൻട്രസ്റ്റിലാണ്. ഞങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നത് ഇതുകൊണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.